ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കല്യാൺ സിൽക്സിൽ നിന്ന് കുറച്ചധികം പർച്ചേസിംഗ് ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾക്ക്. സാരിയും സൽവാർ മെറ്റീരിയൽസും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ. വിനേട്ടൻ്റെ അച്ഛനും അമ്മയും മാഹിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളൊപ്പമല്ല, ഞങ്ങൾ 3 പേര് പർച്ചേസിംഗ് ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോയിൽ എന്നെ കാണാൻ ഇനി ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്താണ്. പിന്നെ കല്യാൺ സിൽക്സിൽ താഴത്തെ ഫ്ലോറിൽ കൃഷ്ണന്റെ അമ്പലം പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായേ. അതും പോരാണ്ട് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു വിഷു പ്രമാണിച്ചിട്ട്. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് തിരക്കും കുറവായിരുന്നു. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നല്ല സുഖത്തിൽ ഷോപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് സൽവാർ മെറ്റീരിയൽസും സാരിയും ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ സാരിയാണ് നോക്കുന്നത്. ഈ റെഡ് സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ, ഉടുത്താലും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഈ കണ്ട സാരി ഇപ്പോൾ കുറച്ച് അധികമായിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ട് അത് വേണ്ട പറഞ്ഞു. ഒരു കല്യാണ പെൺകുട്ടീൻ്റെ ഒക്കെ ഒരു വൈബല്ലേ, ഇതിപ്പോൾ വിഷു ആണല്ലോ, അതുകൊണ്ട് അത് വേണ്ട പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് ചേച്ചി കുറേ വേറെ സാരീസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചേച്ചി എല്ലാ സാരി എടുക്കുമ്പോഴും ഷൂട്ട് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നതോട്. പിന്നെ അമ്മയ്ക്ക് ഈ സാരി നല്ല ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു ഈ കളറ്. ഓൾറെഡി അങ്ങനത്തെ ഒരു കളറുള്ള സാരി ഉള്ളതുകൊണ്ട് അത് വേണ്ട വെച്ചുട്ടോ. പിന്നെ ഈ പിങ്ക് സാരി നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇതിനൊക്കെ തോൽപ്പിച്ച് എൻ്റെ ഇഷ്ടം കീഴടക്കിയ സാരിയാണ് ഇത് ടിഷ്യൂ കാഞ്ചീപുരം സാരിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ, അതുകൊണ്ട് ഉടുക്കാനും നല്ല സുഖമാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ശരിക്കുള്ള കളറ് ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, ഒന്നും കൂടി നല്ല ഭംഗിയുണ്ട്. അത് പോരാഞ്ഞിട്ട് ടെമ്പിൾ ഡിസൈൻ, ആ ഡിസൈനിന്റെ പേര് ടെമ്പിൾ ഡിസൈൻ എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. സോ ആ സാരി ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് മേടിക്കണമായിരുന്നു, ഒരു 5-6 എണ്ണം ടസർ സിൽക്കിന്റെ. സോ ആ സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഇവിടെ പിന്നെ തറിയൊക്കെ ഉണ്ട്, ആള് വന്ന് നെയ്യുന്നതൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സാരി എടുത്തതായിരുന്നു, പക്ഷെ കുറച്ച് സ്പീഡായി പോയിട്ടുണ്ടായി. ഞങ്ങൾ പിന്നെ ചുരിദാർ മെറ്റീരിയൽസ് നോക്കാൻ തുടങ്ങിയിട്ടോ. ഈ ഗ്രീനൊക്കെ നല്ല രസമല്ലേ, ഈ റെഡ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെച്ചാൽ 6 എണ്ണം ഒരേപോലത്തെ വേണമെന്നായിരുന്നു. ഇതൊക്കെ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ടസർ സിൽക്കിൻ്റെ അവർ പറഞ്ഞ എന്താ വെച്ചാൽ 4 എണ്ണമൊക്കെ ഒരേപോലത്തെ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ്. സോ നമ്മൾ വേറെ മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാലല്ലേ ഇതിൻ്റെ ഭംഗിയൊക്കെ നന്നായി മനസ്സിലാവുള്ളൂ. ഈ കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഇത് ഇഷ്ടപ്പെട്ടു, ഒരു നല്ല കളറ്. ഈ ബ്ലൂ കളർ ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. സോ അമ്മ ആ ബ്ലൂ കളർ എടുത്തു, അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ ഈ റെഡ് ഉണ്ടല്ലോ, അത് അത്ര ഇഷ്ടമായിട്ടില്ല. പിന്നെ പിന്നെ ചേച്ചി അതിൻ്റെ യെല്ലോ കാണിച്ചു തന്നു, അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, നന്നായി കണ്ണ് കുത്തുന്ന പോലത്തെ ഒരു കളറായിരുന്നു. പിന്നെ കുറേ ചുരിദാർ മെറ്റീരിയൽസ് അവിടെ നിന്ന് ഇവിടുന്നായിട്ടൊക്കെ എടുത്ത് കാണിച്ചിരുന്നുണ്ടായിട്ടോ. സാരിയൊക്കെ കാണിച്ചു തരുമ്പോൾ ഞാൻ അറിയാണ്ട് ക്യാമറ ഓഫാക്കിയിട്ട് സാരീൻ്റെ ഭംഗിയിൽ ലയിച്ച് പോയിരിക്കുകയാണ്. എനിക്ക് സാരീസ്, പ്രത്യേകിച്ച് കാഞ്ചീപുരം സാരീസിനെ കുറിച്ചാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ക്യാമറയൊക്കെ റെക്കോർഡ് ചെയ്യാൻ മറന്നിട്ട് ഞാൻ നോക്കി നിൽക്കുകയാണ്. പക്ഷേ സൽവാർ മെറ്റീരിയൽസ് അധികവും ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് സൽവാർ മെറ്റീരിയൽസ് എടുക്കാൻ വലിയ സെലക്ഷൻ ഒന്നുമില്ല. അപ്പം അമ്മയും നോക്കുന്നുണ്ട്, അമ്മയ്ക്കും എന്നെ പോലെ തന്നെ തോന്നുന്നു സാരി കാണാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം മെറ്റീരിയൽസ് നോക്കി ലാസ്റ്റ് ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനായി ഏതെടുക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ നിറയെ മെറ്റീരിയൽസ് കാണുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ഏതാ, ചുരിദാർ മെറ്റീരിയൽ, സാരി ഏതാന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. നമ്മളുടെയൊക്കെ ടേസ്റ്റ് സിമിലർ ആണോ നോക്കാലോ. ഇനി കാണാൻ പോകുന്നതാണ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്ത 6 മെറ്റീരിയൽസ്. ഈ കാണുന്നതാണ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തേക്കുന്നത്. ഇതിൽ ബ്ലൂ കളർ അമ്മയ്ക്കാണ്, പിന്നെ ബാക്കിയുള്ളതൊക്കെ വിഷുവിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ്. കുറച്ചധികം പാൻസും ഷർട്ട്സും ഒക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ ഫ്ലോറിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേ ബ്രാൻഡിൻ്റെ തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നോക്കുകയാണ്. പക്ഷേ ചിലവർക്ക് സ്ലീവിന് ഡിഫറൻസ് ഉണ്ട്, സോ അതാണ് നമ്മൾ തിരയുന്നത്. അപ്പോൾ ഈ മെറൂണും ഗ്രീനും ഒക്കെ മാറ്റി വെച്ചു. പിന്നെ ഫുൾ സ്ലീവ് ഷർട്ട്സ് നോക്കി, അതും കുറച്ചെണ്ണം മേടിക്കാണ്ടായിരുന്നു, 4 എണ്ണറ്റെങ്ങാനോ അത് മേടിക്കാനുണ്ടായിരുന്നു. സോ അതിന് പറ്റിയ പാൻസും കൂടി നോക്കുന്നുണ്ടായി. ഇതെല്ലാം വിഷുവിന് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായി. ഫസ്റ്റ് വിഷു കല്യാണം കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലോട്ട് ഗിഫ്റ്റ് കൊണ്ടുവരുന്നതാട്ടോ ഇതെല്ലാം. ഇത് കണ്ണൂർ സൈഡിലെ ആചാരമാണ്, വീട്ടിൽ ഇങ്ങനെ ഡ്രസ്സ് കൊടുക്കുന്നത്. നിങ്ങളെ നാട്ടിലൊക്കെ ഈ ആചാരം ഉണ്ടോ? കമൻറ്റ് ബിലോ. സോ ഇപ്പോൾ അച്ഛൻ ഒരു ഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നേ, ഒരു ബ്ലൂ കളർ, നല്ല രസമുണ്ടായിരുന്നു, അമ്മേൻ്റെ ചുരിദാറിന് മാച്ച് ആയിട്ടുള്ളത്. അത് അച്ചിട്ട് നോക്കാൻ പോയതാണ്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആ ഷർട്ട് അച്ഛന്. സോ അത് മേടിച്ചു. അച്ഛൻ അധികം മുണ്ടാണ് യൂസ് ചെയ്യുക. സോ അച്ഛന് എടുത്ത ഈ ബ്ലൂ ഷർട്ടിന് മാച്ച് ആയിട്ടുള്ള മുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ സെക്ഷനിലോട്ടാട്ടോ പോയത്. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ അതിന് പറ്റിയ മുണ്ടൊക്കെ ഞങ്ങൾക്ക് എടുത്തു തന്നു. മുണ്ടൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇനി ബിബിനേട്ടൻ്റെ ഏട്ടൻ്റെ മക്കളുണ്ട്, ട്വിൻസ് ആണ് അവർക്ക്
കിഡ്സ് സെക്ഷനിൽ വന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ വന്നാണ് ഞങ്ങൾ. അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിഡ്സ് സെക്ഷനിലും എനിക്ക് വലിയ വിവരമൊന്നുമില്ല എന്താ എടുക്കേണ്ടതെന്നൊക്കെ. ഞാൻ വീഡിയോയിൽ ഇല്ലാന്ന് കണ്ടിട്ട് അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്ന ചേട്ടൻ ഉണ്ടായിരുന്നേ, ആ ചേട്ടൻ എൻ്റെ വീഡിയോ എടുത്ത് തന്നു. ആ ചേട്ടൻ്റെ വീഡിയോ തലശ്ശേരിയൊക്കെയാണ്, അപ്പോൾ ഇവർക്കൊക്കെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വാവകൾക്കുള്ള ഡ്രസ്സ് എടുത്തതിന് ശേഷം പിന്നെ ലൈനിങ് മെറ്റീരിയൽസോ അങ്ങനെ എന്തൊക്കെയൊക്കെ അമ്മയ്ക്ക് എടുക്കാനുണ്ടായിരുന്നു. സോ അമ്മ അതൊക്കെ പർച്ചേസ് ചെയ്യാണ്. പിന്നെ ഇതാണ് കോഴിക്കോട് കല്യാൺ കോഴിക്കോട്ടെ കാണാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചാണ്. കുറേ നല്ല നല്ല ബ്ലൗസ് ഉണ്ടായിരുന്നു, ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഓണത്തിനൊക്കെ എടുക്കാൻ പറ്റിയ ആ ക്രീമിൽ ഫ്ലോറൽ ആയിട്ടുള്ള എനിക്കിഷ്ടമായി. സോ നമ്മുടെ ഇന്നത്തെ പർച്ചേസിങ് ഒട്ടുമിക്കതും കഴിഞ്ഞു. ബാക്കി കുറച്ച് ഡ്രസ്സ് മേടിക്കാനുണ്ട്. അത് വടകര കല്യാണം ഉണ്ട് കേട്ടോ. അപ്പം അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് മാഹിന്നൊക്കെ വരുമ്പോൾ വടകര കല്യാണമാണ് ഒന്നും കൂടി അടുത്തായിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ കല്യാണം എവിടെ നിന്ന് എടുത്താലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാമെന്നും അവർ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ കോഴിക്കോട് നിന്ന് എടുത്തിട്ട് വെച്ചാൽ നമുക്ക് വടകരയിൽ പോയി എക്സ്ചേഞ്ച് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് വോയിസ് ഓവറൊക്കെ ചെയ്തത്. ആദ്യത്തെ വീഡിയോ വേറൊന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇത്രയും ഭാഗമൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. എന്നെ അറിയാത്തവരൊക്കെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അങ്ങനെ ആരെയും കണ്ടിട്ടുവെച്ചാൽ കമൻറ്റ് ബിലോ, എനിക്ക് വളരെ സന്തോഷമാവും. സോ നമ്മളെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടോ.